Hello friends. ഇന്ന് നമുക്ക് RRB PO മെയിൻസ് ലെവലിൽ വരുന്ന ഒരു പസിൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമുക്കറിയാം മെയിൻസ് പസിൽ പ്രിലിംസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ടഫ് ആണ്. എന്നാൽ RRB പോലുള്ള എക്സാംസിന്റെ കേസിൽ നമുക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും കാണാവുന്നത്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും സാധാരണ ഉണ്ടാവാറ്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 9% P2X belongs to 3 different states, Tripura, Manipur, Assam, of different ages, not more than 4 and not more than less 2 people belongs to each state. So എന്താ പറഞ്ഞത്? 9 ആൾക്കാരുണ്ട്. 3 സ്റ്റേറ്റിലായിട്ടാണ് ഉള്ളത്. 2 3 4 ഇങ്ങനെയായിരിക്കണം അവരുടെ നമ്പേഴ്സ്. ലെസ് ദാൻ 2 ആവാൻ പാടില്ല, മോർ ദാൻ 4 ആവാൻ പാടില്ല. നോർമലി നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട് അല്ലേ? ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്യാം. ത്രിപുര, അസം ആൻഡ് മണിപ്പൂർ. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ്, if it is given, for example, B and one who is 10 years belongs to same state, then that means B is not a 10 years. എന്താ അത് മീൻ ചെയ്യുന്നത്? ഇപ്പൊ നിങ്ങളോട് പറയാണ് ബിയും 10 വയസ്സുള്ള ഒരാളും സെയിം സ്റ്റേറ്റിലാണെന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ബിക്ക് 10 വയസ്സാണെന്നല്ല. ബി ഒരു ഇൻഡിവിജ്വൽ ആണ്, 10 വയസ്സുള്ള ഒരാൾ വേറൊരു ഇൻഡിവിജ്വൽ ആണ്. ഈ രണ്ടാൾക്കാരും ഒരു സ്റ്റേറ്റിൽ എന്നാണ് അതിന്റെ മീനിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് സാധാരണ പസിൽസ് വായിക്കുമ്പോൾ തന്നെയാണ് മെയിൻസ് എന്നില്ല. പക്ഷേ എസ്പെഷ്യലി ഫോർ മെയിൻസ് നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വേർഡ് ബൈ വേർഡ് ആൻഡ് സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കുക. ഓക്കെ, കാരണം മെയിൻസിലാണ് മെയിൻ ആയിട്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവർ വെച്ചേക്കും. അത് ഏത് സെന്റൻസിലാണ് എവിടെയാണ് ട്വിസ്റ്റ് നമുക്ക് മനസ്സിലാവില്ല. സോ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിട്ട് വായിച്ചു പോവുക. ഓക്കെ, വേർഡ് ബൈ വേർഡ് സെന്റൻസ് ബൈ സെന്റൻസ് വായിക്കുക. ഓക്കെ, ദെൻ പറയുന്നത് പി ആൻഡ് വി ഡു നോട്ട് ബിലോങ്സ് ടു സെയിം സ്റ്റേറ്റ്. സോ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. പിയും വിയും സെയിം സ്റ്റേറ്റ് ആവില്ല. ഓക്കെ ആണല്ലോ? എസ് ഇസ് നോട്ട് ബിലോങ്സ് ടു ത്രിപുര ആൻഡ് ആസാം. എസ് ത്രിപുര ആവില്ല, ആസാം ആവില്ല. സോ വേറെ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, മണിപ്പൂർ മാത്രമേ എസിന് നിൽക്കാൻ സ്ഥലമുള്ളൂ. സോ എസ് ഇവിടെ ആയിരിക്കും. അങ്ങനെ ഷുവർ ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് പോവുക. ഷുവർ അല്ലാത്ത കാര്യങ്ങൾ സൈഡിൽ എഴുതി പോവുക. ഓക്കെ, നെക്സ്റ്റ്, Q and the one who is 18 years old belongs to the same state. So Q and one who is 18. നമ്മളോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുവാണെങ്കിൽ രണ്ടും രണ്ട് ഇൻഡിവിജ്വൽ ആയിരിക്കണം. സോ ക്യൂയും 8ഉം സെയിം സ്റ്റേറ്റ് ആണ്. ഞാൻ ജസ്റ്റ് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യണം. അവർ ഒന്നിച്ചാണ് എന്നതിന് ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ and these are the only person belongs to that state. So ഇവിടെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിൽ ഏതോ ഒരു സ്റ്റേറ്റില് Q and 18 years old ആയിട്ടുള്ള രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, ദെൻ അപ്പൊ തന്നെ നമുക്ക് വേറെയും കാര്യങ്ങൾ മനസ്സിലാവും. ഒരെണ്ണത്തിൽ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂവെങ്കിൽ ബാക്കി ലെഫ്റ്റ് ആയി വന്നത് 7 ആൾക്കാരാണ്. ഈ 7 ആൾക്കാരിൽ ഏതോ ഒരു സ്റ്റേറ്റിൽ 4ഉം ഒരു സ്റ്റേറ്റിൽ 3ഉം അങ്ങനെയാണ് യൂഷ്വലി വരിക എന്നുള്ള കാര്യം ഓർക്കുക. അപ്പൊ 2, 3, 4 അങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് ഓർക്കുക. ഇതൊക്കെ അവിടെ മനസ്സിൽ വെച്ചേക്കാം. Then you and the 29-year-old belongs to same state and you's age is odd number. So you 29ഉം സെയിം സ്റ്റേറ്റ് ആണ്. യുടെ ഏജ് ഓഡ് ആണ്. ഈ ഓഡ് ആണെന്നുള്ള കാര്യമൊക്കെ അങ്ങ് ജസ്റ്റ് അങ്ങ് ഇഗ്നോർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ടൊന്ന് എന്ത് ചെയ്യും? കുറച്ചൊന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡ് ആയിരിക്കണം, ഈവൻ ആയിരിക്കണം, ഗ്രേറ്റർ ആയിരിക്കണം, ലെസർ ആയിരിക്കണം, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുമ്പോൾ പോലും മാർക്ക് ചെയ്ത് പോവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, W and the one who is 54 years old belongs to same state. So again W and one who is 54 years same state. Okay, V and one who is 64 years belongs to same state. So another one V and 64 അവരും സെയിം സ്റ്റേറ്റ് ആണ്. ഓക്കെ, P is the eldest in his or her respective state. അപ്പൊ
ഏതോ ഒന്നില് പി ഉണ്ടാവുമല്ലോ ഏതെങ്കിലും ഒരു സ്റ്റേറ്റില്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആള് പി ആയിരിക്കും. സോ പി ഈസ് എൽഡസ്റ്റ് എന്ന് ഓർക്കുക. എവിടെയാണ് അത് റെപ്രസെന്റ് ചെയ്ത സ്റ്റേറ്റില്? ഇൻ സ്റ്റേറ്റ്. ഓക്കെ ഓക്കെ. Then the one who is 53 belongs to ത്രിപുര. So ത്രിപുരയിലെ ഒരാൾക്ക് 53 വയസ്സാണ്. അതവിടെ മാർക്ക് ചെയ്തു. Then S is twice of Q. S is 2 times of Q. V is 7 less than V is 7 less than W. W ന്റെ ഏജിനെക്കാളും 7 കുറവാണ് Vക്ക്. R is not the youngest person. The minimum age is 18. So ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഏജ് 18 ആണെങ്കിൽ അതൊരിക്കലും R ആവില്ല. V is elder than Q. V should be elder than Q. P and S is not in same state. P and S is not in same state. V and T belongs to same state. V and T belongs to same state. ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. Okay. Where T elder than V. T elder than V. U is 5 year older than Q and one of the age is 50 then. So ഇവിടെ ഏതോ ഒരാൾ ഒന്നിക്ക് യു അല്ലെ ക്യൂ ഏതെങ്കിലും ഒരാളുടെ ഏജ് 51 ആണ്. സോ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത്. നമ്മൾ കംപ്ലീറ്റ് വായിച്ച് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോക്കാം എവിടെയൊക്കെയാണ് കണക്ഷൻസ് വരുന്നത്. ഓക്കെ. സോ നമ്മൾ ഓരോ നോക്കുമ്പോഴും നമുക്ക് എന്താണ് എവിടെയും കണക്ഷൻ കിട്ടുന്നില്ല. ഞാനത് എഴുതി പോകുമ്പോൾ തന്നെ നമ്മൾ ഈ ഓരോ ഇൻസ്ട്രക്ഷൻസ് എഴുതി പോകുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം എവിടെയെങ്കിലും വല്ല കണക്ഷൻസ് വരുന്നുണ്ടോ എന്ന്. അത് അപ്പൊ തന്നെ ഓർത്ത് പോകണം. പക്ഷെ ഇവിടെ ഞാൻ എഴുതുമ്പോൾ പോലും എനിക്ക് എവിടെയും ഒരു കണക്ഷൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് യു ഈസ് 5 year elder than Q and your Q is 51. സോ എനിക്ക് അവിടെ തന്നെ കത്തിയ കാര്യം എന്താ വെച്ചാല് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് യു ഓഡ് ആണ് അല്ലെ? യു ഓഡ് ആവണമെങ്കിൽ നമുക്ക് U51 ഇടാം. U51 ആണെങ്കിൽ Q എന്താണ്? Q46 ആണ്. ഇനി നേരെ തിരിച്ച് Q51 ഇടുവാണെങ്കിൽ U എന്താണ്? U56 ആവും അല്ലെ? അപ്പൊ U ഓഡ് ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? U51 എന്നും Q46 എന്നും കിട്ടും. ഓക്കെ. അപ്പൊ U51 Q46 കിട്ടുവാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് S is equal to 2Q ആണ്. സോ S എന്താണ്? S 92 ആണ്. 46ന്റെ ഡബിൾ ആണ് S വരിക അല്ലെ? സോ നമുക്ക് ഇവിടെ 92 എന്ന് കൊടുക്കാം. ഓക്കെ. ഇനി V greater than Q ആയിരിക്കണം. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ പറയുന്നത്? ഇനി നമ്മളോട് പറയുന്നത് ഓക്കെ Qവും 18ഉം ഓക്കെ ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് സോ നമുക്കറിയാം ഇവിടെ പറഞ്ഞിട്ടുണ്ട് Qവും 18ഉം ഒരു സ്റ്റേറ്റിലാണ്. അവിടെ ഇവര് രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 53 ഉള്ളത് കൊണ്ട് നമുക്ക് Q46 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ Q46ഉം 18ഉം. സോ നമുക്ക് ഇവിടെ മാത്രമല്ലേ വരുള്ളൂ. ആസാമിൽ മാത്രം Q46ഉം 18ഉം. ഇവിടെ ഈ രണ്ടാൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി 18 ആരാ വരിക എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ അല്ലെ? ഓക്കെ. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? ഓക്കെ. ഇതൊക്കെ കഴിഞ്ഞു. നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് എവിടെ പോവാം? വിയും ടിയും സെയിം ആണ്. അതൊക്കെ. പി ഈസ് നോട്ട് വിത്ത് എക്സ് അതെടുക്കാം. ഇവിടെ പി വരില്ല. ഇവിടെ പി വരുവോ? ഇവിടെ പി വരാൻ ചാൻസ് ഇല്ല. കാരണം എന്താണ്? ഇവിടെ പി വരണമെങ്കിൽ പി അത് ഏത് സ്റ്റേറ്റിലാണ് ഉള്ളത് അതിൽ എൽഡസ്റ്റ് ആയിരിക്കണം പി. സോ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇവിടെ പി വരില്ല. കാരണം പി ഷുഡ് ബി എൽഡസ്റ്റ്. സോ ഇവിടെ പി വരണം. ഇനി ഈ പി വേണമെങ്കിൽ 53 ആകാം, അല്ലെങ്കിൽ 53 ആവില്ല. 53 ആവുന്ന ആള് വേറെ ആരെയും ഉണ്ടാവും. പക്ഷെ അവിടെ നമുക്ക് എന്താണ്? നമുക്ക് ഇവിടെ ഒരു കാര്യം ഉറപ്പായി, ത്രിപുരയിലാണ് പി വരിക എന്ന് ഉറപ്പായി. ഓക്കെ. ഇനി പിയുടെ കൂടെ വി വരില്ല. ഇനി പിയുടെ കൂടെ വി വരില്ല എന്ന് പറഞ്ഞു. വി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ക്യൂ ആയിരിക്കണം. അപ്പൊ ഇവിടെയും വി വരില്ല, ഇവിടെയും വി വരില്ല. സോ വി ഇവിടെ ആയിരിക്കും. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞത് വിയും ടിയും സെയിം സ്റ്റേറ്റിലാണ്. വിയും ടിയും സെയിം സ്റ്റേറ്റിലാണ്. വിയും 64ഉം സെയിം സ്റ്റേറ്റിലാണ്. സോ ഇവിടെ ഒരു 64 എന്നുള്ള ആള് വരാം. ഒന്നിക്കത് ടി ആയിരിക്കാം 64, അല്ലെങ്കിൽ വേറൊരാളായിരിക്കാം 64. അതാരാണ് നമുക്ക് അറിയില്ല. സോ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു.
ഇവിടെയും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. കാരണം പി ആവാം 54, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, പി അല്ല വേറൊരാളായിരിക്കാം 54. അതവിടെ വെച്ചു. ഇനി നമ്മളോട് പറയുന്നത് യു ഓഡ് നമ്പർ ആണ്. നമുക്ക് യു എന്ത് കിട്ടി? യു 51 കിട്ടി. യു 51ഉം 29ഉം ഒരേ സ്റ്റേറ്റിലാണ്. സോ നമുക്ക് ഇവിടെ ഇപ്പം യു വെക്കുവാണെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം ഇതിലേതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കണം? 29 ആയിരിക്കണം അല്ലെ? സോ യു 51 വരുവാണെങ്കിൽ ഇവിടെ ഇത് 29 ആയിരിക്കണം. അപ്പൊ ഒരിക്കലും അത് നടക്കുന്നില്ല. ഓക്കെ, അതെന്താണ്? ഓക്കെ, സോ നമുക്ക് ഇവിടെ കൊടുത്തു നോക്കാം. യു 51ഉം 29 എന്നുള്ള ആളും ഇവിടെ കൊടുത്തു നോക്കാം. ഓക്കെ, കാരണം നമുക്ക് അവിടെ W ആൻഡ് 54 എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്തെടുക്കണം? W ഒരു 54ഉം ഇവിടെ വരണം അല്ലെ? സോ ഇതില് ആരാണ് ഗ്രേറ്റർ? T ആണ് ഗ്രേറ്റർ. അപ്പൊ കറക്റ്റ് ആണ് അല്ലെ? T 64 വന്നു, V 54 വന്നു. ഇനി W എന്താണ്? W എന്ന് പറയുന്നത് അതായത് V യും W തമ്മിൽ ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. V എന്താണ്? V is equal to W minus 7 ആണ്. സോ W is equal to V plus 7 ആണ്. V plus 7 എന്ന് പറഞ്ഞാൽ V 54 ആണ്. 54 plus 7 is 61. ഓക്കെ, അപ്പൊ ഇവിടെ 4 ആൾക്കാർ വന്നു. ഇനിയോ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 6 എന്നുള്ളത് ഒരിക്കലും 18 ആവില്ല. സോ ഇവിടെ 18 ആവില്ലെങ്കിൽ 6 എന്തായിരിക്കണം? 6 ഇവിടെ വരണം. ഓക്കെ, ഇവിടെ 6 വരണം. അപ്പൊ ഇവിടെ 6 വരണം നോക്കാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് X ആണ്. X 18 വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ 6ആണോ 29, P ആണോ 29? ഇവിടെ ഒരു ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്കറിയാം ഏത് സ്റ്റേറ്റിലാണോ P, ആ സ്റ്റേറ്റിൽ P യുടെ ഏജ് ഹയസ്റ്റ് ആയിരിക്കണം. അപ്പൊ P should be 53 ആയിരിക്കണം. Then R should be 29 ആയിരിക്കണം. കിട്ടിയല്ലോ, ഇവിടെ 3 ആൾക്കാർ. സോ ത്രിപുരയിൽ 3 ആൾക്കാർ, അസ്സാമിൽ 2 ആൾക്കാർ, മണിപ്പൂരിൽ 4 ആൾക്കാർ. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ ഇവിടെ ഞാൻ ഒറ്റ പോസിബിലിറ്റി വെച്ചിട്ടാണ് ഇത് കണക്ട് ചെയ്ത് പോയേക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ കണ്ടിന്യൂ ചെയ്തിട്ട് 2 പോസിബിലിറ്റീസ് വെച്ച് നോക്കാം. പക്ഷെ എനിക്ക് എപ്പോഴും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മോർ ദാൻ 1 പോസിബിലിറ്റി വെച്ച് ചെയ്യുന്നതിനേക്കാളും എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയി തോന്നുന്നത് ഇങ്ങനെ ഒരു വലിയ കോളം 3നും കൂടി വെച്ചിട്ട് ഇതിൽ തന്നെ എന്താ പറയാ, നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കി അങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഒരു പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായി തോന്നുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യാ, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, എത്രയും ചെറിയ ടൈമിൽ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഓൺലി പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.